സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ഈ പാട്ടും വിശ്വസിച്ച് കല്യാണം കഴിച്ചവരാണ് കേരളത്തിലെ 85% പുരുഷന്മാരും. ആ ചേച്ചി ചോദിക്കണ 15 എവിടെയെന്ന്. അവർക്ക് ഇതുവരെ പെണ്ണ് കിട്ടിയിട്ടില്ലാട്ടാ. പക്ഷേ കെട്ടി കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്, ഈ പാട്ടി നമ്മുടെ സുരാജേട്ട സിനിമയിൽ പറയൂലേ അതുപോലെ, എടാ ഇത് ഇങ്ങനൊന്നും അല്ലടാ. അതെ, ഈ പാട്ടി പറഞ്ഞ ഭാര്യയല്ല നമ്മുടെ ഭാര്യ. സത്യം പറഞ്ഞ ആ പാട്ട് എഴുതിയ ആളുടെ സങ്കല്പത്തിലുള്ള ഭാര്യയെ കുറിച്ചാണ് പുള്ളി പറഞ്ഞതെന്ന്. അല്ല രമേശ് ചേട്ടാ? ഓ എന്തൊരു ധൈര്യം, തിരിച്ചു വീട്ടിൽ പോണ്ടേ? ഈ പാട്ട് എഴുതുന്നവർക്ക് ഇങ്ങനൊക്കെ എഴുതി വെച്ചാ മതി. പക്ഷേ സ്നേഹം വിടർത്തണോ അതോ അടിച്ചു കൊഴിക്കണോന്നൊക്കെ വന്നു കയറുന്ന കെട്ടിയന്മാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അല്ലേ? കാരണം ഇപ്പോഴത്തെ ഭാര്യയും അമ്മയും എല്ലാം ന്യൂ ജനറേഷനാ. കല്യാണത്തിന് മുമ്പേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ നമ്മൾ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. അതിനിപ്പോ കല്ലായാലും കനവൻ, പുല്ലായാലും പുരുഷൻ എന്നാണല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് ആ പുല്ലനെ പറ്റിയാ. സോറി ആ പുരുഷനെ പറ്റിയാ. അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞതാട്ടാ. സത്യം പറഞ്ഞ ഞാനും എൻ്റെ അമ്മയെ പോലെ ഉത്തമയായ ഒരു ഭാര്യയാണ്. കാരണം എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ ഇറച്ചിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് ബാക്കിയുള്ള ചാറ് കൂട്ടി ഇച്ചിരി ചോറ് തിന്നും. ഞാനും അതുപോലെ വീട്ടിൽ ഇറച്ചി വെച്ചാൽ എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറ് കൂട്ടി 2 ചപ്പാത്തി തിന്നും. ഡയറ്റ് ആയതുകൊണ്ടല്ല, ചോറ് ഞാൻ ആദ്യമേ ലെഗ് പീസ് കൂട്ടി കഴിച്ചിരിക്കും. പിന്നെ എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ ഭർത്താവിൻ്റെ പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകി വയ്ക്കുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല. കാരണം തന്നെത്താൻ വിളമ്പി തിന്നുന്ന ഭർത്താവിന് തൻ്റെ പാത്രം കഴുകാനുള്ള ട്രെയിനിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്.